ട്രോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രസകരമായ പഞ്ചുള്ള പക്വതയുള്ള ട്രോള് കെ സുരേന്ദ്രൻ എന്ന BJP നേതാവിൽ നിന്ന് ആരാ പ്രതീക്ഷിക്കുക? കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ട്രോളിന് പാത്രമാവുക, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിളിപ്പേരുകൾ ട്രോളിലൂടെ നേടിയെടുക്കുക, അങ്ങനെ എല്ലാ കാലവും കടന്നു കഴിഞ്ഞു പോയ കെ സുരേന്ദ്രനാണ് ഇന്ന് ഈ രാഷ്ട്രീയ പകലിൽ എണ്ണം പറഞ്ഞ ട്രോൾ ഇട്ടിരിക്കുന്നത്. സാക്ഷാൽ VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ VC-മാർ കൃത്യമായി മാപ്പ് പറയണം എന്ന് പറഞ്ഞ് VD സതീശൻ ഇങ്ങനെ വലിയ രീതിയിൽ ഹൈ ലെവൽ വോൾട്ടേജ് ഉണ്ടാക്കാൻ ശ്രമിച്ച പരാമർശത്തിൽ ഒരൊറ്റ പോസ്റ്റ് കൊണ്ടാണ് കെ സുരേന്ദ്രൻ ഗോളടിച്ച് കളഞ്ഞത് എന്നുള്ളതാണ്. ആദ്യം മാപ്പ് പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ താങ്കൾ തന്നെ മാപ്പ് പറഞ്ഞു തുടങ്ങൂ എന്ന് പറഞ്ഞ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്ന് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇടം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് രീതിയിൽ 1977 മുതൽ പിണറായി വിജയൻ നിയമസഭാംഗമായത് RSS വോട്ട് കൊണ്ടാണ് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ പണ്ട് VD സതീശൻ സവർക്കറുടെ പേരിലുള്ള പരിപാടിക്ക് പോയപ്പോ RSSന്റെ പരിപാടിക്ക് പോയതിനെ വിമർശിക്കുന്നതിനെ ഡിഫെൻഡ് ചെയ്യാൻ സതീശൻ ഉപയോഗിച്ച ഒരു മാർഗമായിരുന്നു അത്. പിണറായി വിജയൻ വോട്ട് നേടി നിയമസഭയിൽ വന്നിരിക്കുന്ന പോലും RSSകാരുടെ വോട്ട് കൊണ്ടല്ലേ എന്ന്. അങ്ങനെ വരുന്ന ഗോളിനെ തിരിച്ചടിച്ച് ശ്രമിച്ചിങ്ങനെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്ന VD സതീശന് ഇന്ന് വരെ ആൻസർ പോലും പറയാൻ പറ്റാത്ത മുഖ്യധാരാ മാധ്യമ പ്രവർത്തകനായ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറയുന്നില്ലെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ ഇപ്പോൾ കിടന്ന് കളിക്കുന്നുണ്ട് സോഷ്യൽ സൈബർ ഇടങ്ങളിൽ. ഈ യാത്രയെ, ആ പരിപാടിക്ക് പങ്കെടുത്തതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന മൊമെന്റിൽ VD സതീശൻ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ മുൻകൂട്ടി വെച്ചിരിക്കുന്ന എന്തോ പ്ലാനിന്റെ പുറത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കും മറുപടിയില്ല, എന്നെ പോലെ ഒരാളുടെ അടുത്ത് നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആ മാധ്യമ പ്രവർത്തകന്റെ ഉദ്ദേശശുദ്ധിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നടത്തുക എന്നുള്ള ഉദ്യമത്തെ പോലും തടസ്സപ്പെടുത്തുന്ന ബോഡി ലാംഗ്വേജ് എടുത്ത VD സതീശന്റെ ഇന്റർവ്യൂ ഇന്ന് സൈബർ ഇടങ്ങളിൽ ചർച്ചയ്ക്കുണ്ട്. അവിടെ നിന്നിട്ടാണ് ഇന്നും മംഗലാപുരം യാത്രയ്ക്ക്, അതുപോലെ തന്നെ ഈ സവർക്കറുടെ പേരിലുള്ള RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരാളെ, ഒരു സിനിമയിലൊക്കെ ഒരാളെ വട്ടപ്പേര് വിളിച്ചാൽ മതി ഭയങ്കരമായി ദേഷ്യം വരുമെന്ന് പറയുന്നുണ്ട്. ഹിറ്റ്ലർ മാധവൻകുട്ടിയെ ഹിറ്റ്ലർ എന്ന് പേരിട്ട് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ നമ്മൾ കളിയാക്കി വിളിക്കുന്ന ആ സിനിമയിലെ ഏത് സീൻ എടുത്തോ അവിടെ മമ്മൂട്ടി എടുക്കുന്ന വലിയ ദേഷ്യത്തിന്റെ അഗ്രഷന്റെ ഭാവമുണ്ട്. അതുപോലെയാണ് ഈ വിഷയം ചോദിച്ചാൽ അപ്പോൾ ഏത് സദസ്സാണെങ്കിലും RSSന്റെ പരിപാടി എന്നൊരു പേര് കൂട്ടിച്ചേർത്ത് VD സതീശനോട് പറഞ്ഞാൽ മറുപടിയില്ല, വെറുതെ ചൂടാവുക തന്നെ. ആ സതീശന്റെ ഏറ്റവും വലിയ ഒരു കളിയാക്കുന്ന കമന്റായി മാറുന്നു മാപ്പ് പറഞ്ഞ് നിങ്ങൾ തുടങ്ങുക മുഖ്യമന്ത്രി എന്നുള്ള കെ സുരേന്ദ്രന്റെ കമന്റ്.